പിന്നെ ഇപ്പോൾ റബ്ബർ വെട്ടുമ്പോഴേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ തണ്ണിപ്പട്ടയുണ്ട്, ഇളംപട്ടയുണ്ട്, പാൽപ്പട്ടയുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് പട്ടകളുണ്ട്. അപ്പോൾ അത് മുറിയാണ്ട് പാൽപ്പട്ട മുറിച്ച് പാലെടുക്കുക. ഇപ്പം വെട്ടിയിട്ട് 2 ദിവസമായി. ഈ മഴയുടെ കാലാവസ്ഥ കൊണ്ട് മുടങ്ങിക്കിടന്നാണ്. അപ്പോൾ അതൊക്കെയാണ് റാപ്പിങ് ശ്രദ്ധിക്കേണ്ടത്, വേറൊന്നുമില്ല. പിന്നെ പട്ട തടിയെ കൊള്ളിക്കാതെ വെട്ടാനും ശ്രമിക്കുക. തടിയെ കൊണ്ടുപോകുന്നല്ല കേട്ടോ, ശരിയാണ്. അപ്പോൾ എന്നാലും നമ്മൾ തൊലി വരുള്ളൂ. ഇങ്ങനെ ടാപ്പിങ്ങിൽ അങ്ങനെയൊക്കെ ഇതുണ്ടാകും, ചെറുതായിട്ട് കൊണ്ടിട്ടുണ്ട്. അത് തുടക്ക സമയത്ത് കൊണ്ടുവന്ന് കുഴപ്പമില്ല. ഇതിനിപ്പോൾ അടുത്ത പോലെ ഷോൾഡറാണ്. ഇപ്പോൾ ഇതിൽ 4 വശം വെട്ടിയാണ്, 2 വശം വെട്ടി ഇറങ്ങിയതാണ്. അപ്പം അങ്ങനെയാണ് ടാപ്പിങ്ങിൽ. അതൊക്കെ ചെറിയൊരു വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്, വേറെ ഒന്നുമില്ല. തുടക്കം ടാപ്പിങ് ഇറങ്ങുന്നവർക്കൊന്നും ഇത് പഠിച്ച് വന്നാൽ മാത്രമേ ഇതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, തടിയൊക്കെ കൊള്ളാതെ എടുക്കാനൊക്കെ. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്ക് പുതിയ പുതിയ വീഡിയോകളുമായിട്ട് മുമ്പോട്ട് പോകാം.